അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇഷിതയും മഹേഷും ഇങ്ങനെ ടൂറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നു, എൻ്റെ വീട്ടുകാർക്കാണ് ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെന്നൊക്കെ പറയും. എന്തായാലും ഇത് ആകാശ് മേനോൻ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ വഴിയിൽ തടഞ്ഞു നിന്ന് നമ്മൾ ടൂർ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മഞ്ജിമ എന്തായാലും രജനിയുടെ സ്പൈ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മഞ്ജിമ ചേച്ചിക്ക് അറിയില്ല ഇതെനിക്കറിയുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അപ്പം മഹേഷ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന ഡേറ്റ് ഒന്നും ആരുടെടുത്തും പറയണ്ട എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇഷിതയും പറയും, അപ്പോൾ പേടിയുണ്ടല്ലേ എന്ന് പറയും. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, നമ്മുടെ ശാന്തി മുഹൂർത്തം അല്ലേ. അപ്പോൾ ഇഷിത പറയും, ശാന്തി മുഹൂർത്തമോ, ഇപ്പം നമ്മുടെ ഇത് ലഞ്ചിനുള്ള മുഹൂർത്തമായി വാദം പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ രചനയാണെങ്കിൽ ഇങ്ങനെ ഇവിടുത്തെ രചന നമ്മുടെ മഞ്ജിമ രചനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പം രചന മനസ്സിൽ വിചാരിക്കുന്നു, ഇവളൊരു കള്ളി തന്നെയാണ്, ഇനി ഇവളെ കൂട്ടുപിടിക്കേണ്ട, എന്തായാലും ഈ ടൂറ് മുടക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതേ സമയത്താണ് മനസ്സുനെ രചനയെ വിളിക്കുന്നത്. അപ്പം രചനയെ വിളിച്ചിട്ട് പറയുന്നു, നീ അറിഞ്ഞില്ല ഇങ്ങനെ ടൂറിന് പോകുന്ന കാര്യം ചോദിക്കുന്നു. അപ്പോൾ പറയാം, അറിഞ്ഞു, ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അവർ പോയി കഴിഞ്ഞാൽ ഇഷിതയ്ക്കൊരു കുഞ്ഞുണ്ടാകും, പിന്നെ നിൻ്റെ മക്കളെ പുല്ല് പോലെ ആയിരിക്കും കാണുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിന് പറയുകയാണ്. അതുപോലെ അവൾ ആദ്യം പ്രഗ്നൻ്റ് ആയ ലയയ്ക്കും പ്രശ്നവും അതുപോലെ മാധവും ഇവിടെയും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് തടഞ്ഞേ പറ്റുള്ളൂ എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ രചനയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് വയ്യാത്ത സമയത്ത് മഹേഷ് ശുശ്രൂഷിച്ചതും അതുപോലെ ഇടയ്ക്ക് തലയിറങ്ങി വീണപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്നും കൂടെ നിന്ന് ശുശ്രൂഷിച്ചൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മഹേഷിന് എന്തായാലും എന്നോട് ഇഷ്ടമുണ്ട്, കാരണം ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്തിടത്ത് ഇതുപോലെ കെയർ ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് മഹേഷിനെ വേണം എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ട്. ഇഷിതയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, ഇഷിതയെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ രചന ചിന്തിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്താണ് രജനിയുടെ കൂട്ടുകാരി രജനിയുടെ അടുത്തേക്ക് വരുന്നത്. സുസ്മിത അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ പേരാണ്. അങ്ങനെ പുള്ളിക്കാരി വരുന്നു, ഇവിടുത്തെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഷിതയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പറയുന്നു, നീ ചെയ്തത് അബദ്ധം തന്നെയാണ്. കോളേജിൻ്റെ സമയത്ത് മഹേഷിനെ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്, എനിക്കും മഹേഷിനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ പറയുന്നു, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവർ പിന്നെ അപ്പം രചനയ്ക്കൊരു ആശ്വാസമാവുന്നു, തൻ്റെ കൂട്ടുകാർ തന്നോട് കൂടെ ഉണ്ടല്ലോ, എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ച് നിന്ന് നമ്മുടെ രചന കോഫി എടുക്കാൻ അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് നമ്മുടെ കൂട്ടുകാർ ചിന്തിക്കുന്നു, എന്തായാലും മഹേഷിനെ എനിക്ക് തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഇഷിതയുടെ വീട്ടിലാണെങ്കിൽ ഇവർക്ക് പോകാനുള്ള പലഹാരങ്ങളെല്ലാം അമ്മ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുന്നത്, എന്താ അമ്മയെ കാണിക്കുന്നത്? അപ്പോൾ പറയുന്നു, അത് നിങ്ങൾക്കുള്ള സാധനങ്ങളാണ്, തീർന്നില്ലേ തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഇഷിത ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ ഡോക്ടർ ഇഷിതയെ കാണാൻ വരുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നു. അപ്പോൾ ആ ഡോക്ടർ പറയുന്നു, ഇത് ദൈവം തന്ന കൂടിക്കാഴ്ചയാണ്, ഇങ്ങനെ കാണണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ടാവും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ഇഷിതയുടെ അടുത്ത് മിക്കവാറും ആ ഡോക്ടർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതേ സമയത്താണ് നമ്മുടെ ആകാശ് മേനോനും രചനയുടെ ഫ്രണ്ടും സഖ്യം ചേരുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് കൈ കൊടുക്കുകയാണ്. നമ്മളാണ് ഒരുമിക്കേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇഷിതയ്ക്കും നമ്മുടെ രചനയ്ക്കുള്ള പണിയായിട്ട് പുതിയ തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി ആകാശ് മേനോനും കൂട്ടുകാരിയും തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.